ഞാൻ എൻ്റെ അടുക്കളയിലെ വാൾ സ്റ്റിക്കറാൽ മനോഹരമാക്കിയ ചുവര് കാണിച്ചു തരാം. നോക്കിയാണേ. അതുപോലെ അഴുക്ക് പിടിച്ചിട്ടൊക്കെ ആദ്യം ഇങ്ങനൊന്നും അല്ലായിരുന്നു. വേണ്ട, നമ്മൾ സാധാരണ പെയിൻ്റ് അടിച്ച ചുമരാണ്, ടൈൽസൊന്നും അല്ല, പെയിൻ്റ് അടിച്ച ചുമര്. ഇവിടെ ടൈൽസാണ്. ടൈൽസിലൊന്നും ഞാൻ ഒട്ടിച്ചിട്ടില്ല. പാത്രം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വെള്ളവും സോപ്പിൻ്റെ ഇതൊക്കെ വീണിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നല്ല വൃത്തികേടായിട്ട് വെച്ച് ഞാനിത് ഒട്ടിച്ചിട്ട് തന്നെ ഒരു 4 വർഷത്തിലധികം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്നറിയോ, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വാൾ സ്റ്റിക്കറാണ്. 2 റോളായിട്ടാണ് അത് വന്നിട്ടുള്ളത്. നമ്മൾ ചുമരുകളൊക്കെ മനോഹരമാക്കാൻ പറ്റിയ നല്ല അടിപൊളി വാൾ സ്റ്റിക്കർ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചെന്തിനാണെന്നറിയോ, ഇത് കണ്ട, ഇതെൻ്റെ അടുക്കളയിലെ വാഷ് ബേസിൻ്റെ സൈഡിലൊത്ത ചുമരാണ്. ഇവിടെയാണ് ഏറ്റവും വൃത്തികേടായിട്ടിരിക്കുന്ന ഭാഗം. കാരണം ഈ സോപ്പും വെള്ളവും, പാത്രം കഴുകുന്നതിൻ്റെയൊക്കെ സോപ്പും വെള്ളവും ഒക്കെ വീണിട്ട് ആകെ ഇച്ചളമായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതേ സ്റ്റിക്കർ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ തന്നെ, വേറെ തൊട്ടപ്പുറത്തെ ചുമരിലൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെയും കൂടെ ഒന്ന് ഒട്ടിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം ചുമരിൽ പൊടിയും മണ്ണും അഴുക്കും വെള്ളമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് കളഞ്ഞിട്ട് ദണ്ട് ഇതിൻ്റെ അടിയിലൊരു വെള്ള പേപ്പറുണ്ട്. അത് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് സ്റ്റിക്കർ, ചുമരിലൊട്ടുന്ന സ്റ്റിക്കർ വരും. അപ്പോൾ ആ സ്റ്റിക്കറിനെ പതുക്കെ കറക്റ്റ് ലെവലിലൊക്കെ ഒന്ന് ഒട്ടിച്ച് എടുത്താൽ മതി. അതിന് കറക്റ്റ് ലെവലിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് അടിയിലില്ലേ ആ വെള്ള പേപ്പറിനെ ഒന്ന് പതുക്കെ വലിച്ച് താഴോട്ട് എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ കയ്യിലൊരു തുണിയോ ഒരു സ്പോഞ്ച് എന്തെങ്കിലും വെച്ചിട്ട് ദാണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് പതുക്കെ തേച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ എന്തിനാണെന്നറിയോ, ചുളിവുകളൊന്നും വീഴാതെ നമ്മൾ ചുമരില്ലേ നല്ല ഒട്ടിപ്പിടിച്ചിരിക്കാനും, ചുളിവും മടക്കമൊന്നും വീഴാതെ, ഇല്ലെങ്കിൽ നമ്മൾ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചുക്കി ചുളുങ്ങി ഒട്ടിപ്പിടിച്ച് പോകും. അങ്ങനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തുണിയോ സ്പോഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്താലും മതി. കണ്ടോ, ഇങ്ങനെ ഇതുപോലെ അടിയിലുള്ള പേപ്പർ വലിച്ചെടുക്കുന്നതിനൊപ്പം തന്നെ ഈ സ്റ്റിക്കർ നമ്മൾ ആ തുണി വെച്ച് തേക്കുമ്പോഴത്തേക്ക് അത് ഒട്ടി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ബാക്കി എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കിക്കോണേ.
അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഞാനിത് എങ്ങനെയാണ് ഒട്ടിച്ചെടുത്തതെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുക്കളയും ഹാളും റൂമും എവിടെ വേണോ നമ്മൾ ചുമരുകളൊക്കെ ഭംഗിയായി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നല്ല ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പല ഡിസൈനിൽ പല മോഡലിൽ പല ടൈപ്പിലുള്ളത് കിട്ടും. അത് പ്രൊമോഷനൊന്നും അല്ല, എന്നാലും നമ്മൾ എന്നെപ്പോലെ ഭംഗിയായിട്ടൊക്കെ വയ്ക്കാൻ ചുമരുകൾ ഭംഗിയായിട്ട് വയ്ക്കാൻ അടുക്കളയായാലും എന്തായാലും നല്ല നീറ്റായിട്ട് നമുക്ക് കുറച്ച് സ്ഥലമാണ് ഉള്ളതെങ്കിൽ അത് ഭംഗിയായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പൊടിക്ക് ഇതാണ്. ഒത്തിരി വിലയൊന്നും ഉള്ളതല്ല. ഞാനിത് വാങ്ങിച്ച് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഞാനിത് വാങ്ങിച്ചത് തന്നെ. അപ്പോൾ അതെന്തായാലും ഒന്ന് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഞാനൊരു വീഡിയോ എടുത്ത് അതിഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കുക. ഇനി ഇതുപോലെ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ചുമരൊക്കെ ഒട്ടിച്ചെടുക്കാനും വൃത്തികേടായിട്ടെടുക്കുന്ന ചുമരൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാനും സിമൻ്റൊക്കെ തേച്ചില്ലേ അങ്ങനത്തെ ചുമരിലേ ഒട്ടുള്ളൂ. പിന്നെ ടൈൽസിലൊട്ടും, അല്ലാതെ തേക്കാത്ത ചുമരിലൊന്നും ചുമരാണ്. അതുകൊണ്ട് ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടൊക്കെ ആദ്യം ഇങ്ങനൊന്നും അല്ലായിരുന്നു. എൻ്റെ ചുമരിൻ്റെ നീല കളറായിരുന്നു പെയിൻറ്റ്. അപ്പോൾ ആകെ ഇരുണ്ടടഞ്ഞ് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ അടുക്കള തന്നെ. പിന്നെ അതിന് ഞങ്ങൾ വൈറ്റ് വാഷൊക്കെ അടിച്ചപ്പോഴത്തേക്ക് നല്ല വെട്ടം കിട്ടി. പിന്നെ വൈറ്റല്ലേ പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ സഹായത്തോടുകൂടി എൻ്റെ അടുക്കള ഇത്രയും മനോഹരമാക്കി. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ചുമരുകളൊക്കെ ഞാൻ ഈ പൂക്കൾ ഉള്ള സ്റ്റിക്കർ വാൾപേപ്പർ കൊണ്ട് അലങ്കരിച്ചെടുത്ത് നമ്മൾ സ്ഥലം കുറച്ചാണെങ്കിലും അത് നല്ല രീതിയിൽ മനോഹരമാക്കി അടുക്കി പറക്കി ഒതുക്കിയൊക്കെ വൃത്തിയാക്കി വയ്ക്കുമ്പോൾ അത് കാണാനൊരു ചന്തമല്ലേ. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കാൻ സഹായിച്ച എൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ ചെറിയൊരു പ്രോഡക്റ്റാണത്. കാരണം അത് പിന്നെ അത്രയേറെ ഉപകാരമുള്ള സാധനമാണ്. സ്റ്റിക്കറാണെങ്കിലും വേണ്ട നമ്മൾ സാധാരണ പെയിൻ്റ് അടിച്ച ചുമരാണ്, ടൈൽസൊന്നുമല്ല, പെയിൻ്റ് അടിച്ച ചുമര്. ഇവിടെ ടൈൽസാണ്. ടൈൽസിലൊന്നും ഞാൻ ഒട്ടിച്ചിട്ടില്ല, കാരണം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ളതാണ്. എന്നും തുടച്ചൊക്കെ ആഹാരമൊക്കെ പാകം ചെയ്തതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി ഇടുന്നിടുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ചുമരാണെങ്കിൽ എപ്പോഴും വെള്ളവും അങ്ങനെ ഇത് ഒട്ടിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. അപ്പോഴാണ് കരുതിയതുണ്ട് ഇവിടെ ഈ ഭാഗം അതിനേക്കാളും മോശമായിട്ട് ഇരുന്നതാണ്. കാരണം വാഷ് ബേസ് ഇത് പാത്രം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളവും സോപ്പിൻ്റെ ഇതൊക്കെ വീണിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നല്ല വൃത്തികേടായിട്ട് ഇവിടെ മൊത്തം ചുമര് അഴുക്കും പിടിച്ചിട്ട് തന്നെ ഇതുപോലെ ഇതിനേക്കാളും വളരെ മോശമായിട്ട് ഇവിടെ അഴുക്കൊക്കെ പിടിച്ചിട്ട് വൃത്തിയില്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ കൂടെ വാങ്ങിച്ച് ഒട്ടിക്കുക, എന്തായാലും അഴുക്കായി കഴിഞ്ഞാലും അത് തുടച്ചെടുത്താൽ മതിയല്ലോ. നമുക്കത് അത് ചുമരിൽ മാത്രമല്ല, അതായത് ഇതുപോലത്തെ തടിയിലോ PVCയിലോ എന്തിൽ വേണോ ഒട്ടിക്കുക. അഴുക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതായത് പോലെ അല്പം വെള്ളം തുണിയിൽ നനച്ചെടുത്തിട്ട് ഇങ്ങനെ തുടച്ച് മാറ്റാം. വേറെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് അഴുക്കൊക്കെ അങ്ങ് മാറ്റി തുടച്ചെടുക്കാം. നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും. സാധാരണ പെയിൻ്റ് അടിച്ച ചുമരാണെങ്കിൽ അഴുക്ക്, പ്രത്യേകിച്ചും വൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ അഴുക്കൊക്കെ ഒത്തിരി ആവുകയും ചെയ്യും. പിന്നെ അതങ്ങനെ കറയായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് വൃത്തിയായിട്ടിരിക്കുന്ന നല്ല കാണാനും നല്ല ഭംഗിയാണ് അല്ലേ. കാണാനും നല്ല ഭംഗിയാണ്. അടുക്കളയും മനോഹരമായി കിട്ടും. നല്ല വെട്ടവും വൃത്തിയും ഒരു പ്രത്യേക ഭംഗി കിട്ടും അല്ലേ. അത് കണ്ടില്ലേ, എൻ്റെ ആ ചുമരിൻ്റെ ആ ഒരു ഇതേ അങ്ങ് മാറിയിരുന്നു. ഇത് ഞാൻ ഒട്ടിച്ചതിന് ശേഷം. ഇത് മാത്രമല്ല, ഞാൻ വേറെ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടേ, ഇത് ബാലൻസ് വന്നതാണ്. ഞാൻ വേറെ ഒരു സ്ഥലത്ത് ഒട്ടിക്കാൻ വാങ്ങിച്ചതിൻ്റെ ബാലൻസ് വന്നത് ഈ ജനലിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന രണ്ട് സൈഡിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ബാലൻസ്, അതിനെ ഒട്ടിച്ചതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറേ നാളായി എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു 4 വർഷമായി ഞാനിത് വാങ്ങിച്ച്. അതുകൊണ്ട് നമ്മളെ ബാത്റൂമിൻ്റെ ഡോർ PVC ഡോറാണ്. PVC ഡോറാണ് ഇത്. പിന്നെ വാങ്ങിച്ച് ഞാനിത് ഒട്ടിച്ചിട്ട് തന്നെ ഒരു 4 വർഷത്തിലധികമായി. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. കളറ് വ്യത്യാസം വരും, അത് സ്വാഭാവികമല്ലേ. പക്ഷെ 4 വർഷമായിട്ടും ഇത് ഇളകുകയോ ഒട്ടിച്ച് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഡോറിന് കേടുപാടുകൾ സംഭവിച്ചിട്ട് പോലും നമ്മൾ സ്റ്റിക്കർ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഇതൊരു പിന്നെ ഇതെനിക്ക് എടുക്കാൻ തോന്നി. കാരണം
ഇതുപോലെ എന്നെ പോലെ അടുക്കളയൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ ഒന്ന് മനോഹരമാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ്. ഇതിൻ്റെ നമ്മൾ ബെഡ്റൂമിലെ ഡോറാണ്. അത് ഞാൻ ഈ സ്റ്റിക്കർ എന്താ ബെഡ്റൂമിലെ ഡോറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ബാലൻസാണ് ഞാനിവിടെ അടുക്കളയിൽ ആ ജനലിൽ കുറച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തടിയിൽ ഒട്ടും ടൈൽസിലും ഒട്ടും PVCയുടെ ഡോറിലും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതണ്ട, കാരണം ഇല്ലായിട്ട് ഒന്ന് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ. അടുക്കള മാത്രമൊന്നുമില്ല, ഹാളോ എവിടെ വേണോ നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചൊട്ടിച്ചത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് എഴുതിയൊരു വീഡിയോ എടുത്തിരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീട് അലങ്കരിക്കാനും എല്ലാം ഭംഗിയായിട്ടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും ബൈ.